ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ബി.ജെ.പി. പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. പാലക്കാട് കെ.എസ്.ആർ.ടി.സി. ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മന്ത്രി പ്രതിഷേധക്കാരോട് സംസാരിച്ചു. പിന്നീട് സംഭവിച്ചത് അസാധാരണ ട്വിസ്റ്റാണ്. നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് ഇവരെ മാറ്റാതെ നമ്പർ തരില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തരുമ്പിയാണ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? അനധികൃത കച്ചവടം നടക്കണം. പാർക്കിംഗ് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിച്ചു. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കും. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ കെട്ടിടത്തിന് നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ അതിന്റെ മുനിസിപ്പൽ ചെയർമാനോട് ഞാൻ ചോദിച്ചു. ഒരു വൈലേഷനുമില്ല. ഇവരവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർക്ക് തരില്ലാന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാണ്. അവര് കാശ് വാങ്ങിക്കുന്നതിന് മറുപടി ഞാനിപ്പോ പ്രസംഗം പറയും. ജനങ്ങൾ ഓടിപ്പോണു. പക്ഷേ ഞാൻ ഒരു കാര്യം, ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ ചോദിട്ടെ, ഇത് ഇവിടെ തരുമ്പിയാണ് പല രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബാത്റൂം എപ്പോൾ